പാലക്കാട് പോത്തുണ്ടിയിൽ കൊല ചെയ്യപ്പെട്ട സുധാകരൻ സജിത ദമ്പതികളുടെ മകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ സഹായം അനുവദിച്ചിരിക്കുന്നു. കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന ജോലിക്കിടെ മരിച്ച തമിഴ്നാട് സ്വദേശികൾക്കും ധനസഹായമുണ്ട്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തെല്ലാമാണ് മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ? ആർക്കെല്ലാമാണ് നഷ്ടപരിഹാരമുള്ളത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നടക്കം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തുക അനുവദിച്ചുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത്. പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ കൊല ചെയ്യപ്പെട്ട സുധാകരൻ, ഭാര്യ സജിത എന്നിവരുടെ മകൾക്കാണ് ആദ്യ ധനസഹായം. അതിൽ തന്നെ നമുക്കറിയാം, ഈ അമ്മ ലക്ഷ്മി ഉൾപ്പെടെ 3 പേരുടെ കൊലപാതകമാണ് ഈ പാലക്കാട് പോത്തുണ്ടിയിൽ ഉണ്ടായത്. അവിടെ അല്ലെങ്കിൽ ആ കൊലപാതകം ബന്ധപ്പെട്ട അവരുടെ മകൾക്കാണ് ഇപ്പോൾ സഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മകൾ അഖിലയ്ക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിൽ 2023 ജനുവരി മുതലുള്ള പ്രകൃതി ദുരന്തത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ച 143 ദുരിതബാധിതർക്കാണ് തുക അനുവദിച്ചത്. 58,45,500 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് അനുവദിക്കും. ഈ മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ടുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് 2025 മെയ് 18-നും 31-നും ഇടയിൽ നഷ്ടപ്പെട്ട 14 തൊഴിൽ ദിവസങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 1,72,160 മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ കുടുംബങ്ങൾക്കും വിതരണം ചെയ്യുന്നതിനായി തുക അനുവദിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വില്ലേജിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന ജോലിക്കിടെ മരണപ്പെട്ട തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ജയറാം, മൈക്കിൾ, സുന്ദരപാണ്ഡ്യൻ എന്നിവരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം അനുവദിക്കാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.